ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്യാബേജും മുട്ടയും ചേർത്തുള്ള ഒരു റോളാണ്. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഇതുണ്ടാക്കാൻ വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സ്നാക്കിനുള്ള ഇൻഗ്രീഡിയൻസ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ക്യാബേജ് ഇതുപോലെ നല്ല നൈസായിട്ട് അരിഞ്ഞത് ഈ ഒരു കപ്പിന് 1 കപ്പ്. പിന്നെ ഒരു സവാള അരിയുന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിൻ്റെ പകുതിയോളം കാണും. ഇതും ഞാൻ കാണിക്കുന്നത് എങ്ങനെ അരിയണ്ടെന്ന്. ഇത് അരിയണം. പിന്നെ 2 മുട്ട പുഴുങ്ങിയത്. ഇത് വലിയ എരിവില്ലാത്ത മുളകായതുകൊണ്ട് ഞാൻ 2 മുളക് എടുത്തിരിക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ 1 ചേർത്താലും മതി. പിന്നെ ഇത് 2 കപ്പ് മൈദ. എൻ്റെ ഈ മെഷറിംഗ് കപ്പിനെടുത്ത് 2 കപ്പ് മൈദയാണ്. ഇനി ഈ മെഷറിംഗ് കപ്പിന് തന്നെ നമ്മൾ ഏത് പാത്രത്തിനാണോ മൈദ എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ 1 കപ്പ് വെള്ളം. സവാള നമ്മൾ ഇതുപോലെ മുറിച്ചിട്ട് ഹാഫ് സ്ലൈസ് ആക്കണം. ഹാഫ് സ്ലൈസ് ആക്കി തീരെ നൈസായിട്ട് അരിയണം. ഗ്രീൻ ചില്ലി നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കണം. പിന്നെ മുട്ട ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കണം. കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. 2 കപ്പ് മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇതിനൊക്കെ നമ്മൾ ഈ ക്യാബേജിനും ഉള്ളിക്കുമൊക്കെ ഉള്ള ഉപ്പ് നമ്മൾ പിന്നെ ചേർക്കും. അത് ആ മാവ് അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കും. ഇത് നമ്മൾ റാപ്പിന് ആവശ്യമായിട്ടുള്ള മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെക്കുന്നത്. ഈ തിളച്ച വെള്ളത്തിനകത്തോട്ട് മാവ് ഇടുമ്പോൾ മാവ് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ എണ്ണയൊക്കെ ഒഴിച്ചിരിക്കുന്നത് കാരണം മാവ് നല്ല സോഫ്റ്റ് ആവും. പിന്നെ ഇങ്ങനെ കുഴയ്ക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ റാപ്പ് ഉണ്ടാക്കിയിട്ട് എണ്ണ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ തീരെ എണ്ണ കുടിക്കത്തില്ല. അങ്ങനെ ഒരു ഗുണം കൂടുണ്ട്. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഒരു തടിത്തവി വെച്ചിട്ടോ എന്തെങ്കിലും ഒരു തവിയുടെ തണ്ട് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം കണ്ടോ, നമ്മുടെ മൈദയൊക്കെ ഇതിൽ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൈ കൊണ്ട് ഇതൊന്ന് കുഴയ്ക്കണം. പക്ഷേ ഇപ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ച് കുഴയ്ക്കാൻ പറ്റത്തില്ല, ഭയങ്കര ചൂടല്ലേ. ഒത്തിരി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കി നനച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് ഇത് നന്നായിട്ട് കുഴച്ച് വെക്കും. മാവിൽ നമുക്ക് കൈ കൊണ്ട് തൊടാൻ ഉള്ള ചൂടിൻ്റെ പരുവമാകുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കണം. നല്ല ചൂടുണ്ട്, കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. കൈ ഇടയ്ക്കിടെ തണുത്ത വെള്ളത്തിൽ മുക്കി കൊടുക്കണം, അല്ലെങ്കിൽ കൈക്ക് പണി കിട്ടും. നമ്മുടെ ക്യാബേജ് റോളിനുള്ള റാപ്പ് തയ്യാറാക്കാനുള്ള ഡോ ശരിയായിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് ഒരു പൂരിയുടെ വലിപ്പത്തിൽ പരത്തിയെടുക്കണം. ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കണം. എടുത്തിട്ട് നമ്മൾ ഒരു പൂരിയുടെ വലിപ്പത്തിൽ പരത്തിയെടുത്തിട്ട് നമ്മുടെ ഫില്ലിങ് ഇതിനകത്ത് വെച്ച് റാപ്പ് ചെയ്താണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. നമുക്ക് ഫില്ലിങ്ങിന് വേണ്ട സാധനങ്ങൾ മിക്സ് ചെയ്യാം. 1 കപ്പ് ക്യാബേജ്, 1 സവാള അരിഞ്ഞത്, ഗ്രീൻ ചില്ലി, 2 മുട്ട പുഴുങ്ങി ക്രഷ് ചെയ്തു. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർക്കണം. ഇതും കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് ഉരുളകളെല്ലാം പരത്തിയെടുക്കാം. പൂരിയുടെ വലിപ്പത്തിൽ പരത്തിയെടുക്കാം. ഈ വലിപ്പത്തിൽ പരത്തിയെടുക്കണം. അപ്പോൾ നമ്മുടെ ക്യാബേജ് റോൾസിനുള്ള റാപ്പൊക്കെ ശരിയായി. ഞാൻ എടുത്ത അളവിൽ നിന്ന് ഒരു 12 പൂരികൾ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത്
ഇതിനകത്ത് ഫില്ലിങ്സ് നിറയ്ക്കാം. ഫില്ലിങ്സ് നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു സ്പൂൺ ഫില്ലിങ് എടുത്ത് ഇതിലേക്ക് വെച്ചിട്ട് മതിക്കണം. ഇതിൻ്റെ സൈഡിലൊക്കെ ഇത്തിരി വെള്ളം പൊട്ടിക്കണം. കണ്ടോ? ഇനി ഒന്നുകൂടെ മടക്കണം. അപ്പോൾ ഇത് ഒന്ന് അമർത്തി കൊടുക്കണം. നമ്മൾ വെള്ളം പുരട്ടി വെച്ച അരികൊക്കെ ഒന്ന് അമർത്തി കൊടുക്കണം. അപ്പോൾ കണ്ടോ? ഇനി ഇത് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒട്ടും പൊട്ടി വെളിയിലൊന്നും പോകത്തില്ല. അതിൻ്റെ ഫില്ലിങ് ഇതുപോലെ ആക്കിയെടുക്കണം. നമ്മുടെ റോളുകളെല്ലാം റെഡി ആയിട്ടിരിക്കും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവാനായിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലായിട്ടിരിക്കുന്നത്. എണ്ണ നല്ലതായിട്ട് ചൂടാവുന്നിടം വരെ ഹൈ ഫ്ലെയിമിൽ കിടക്കട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം കൂടി ഇടാനുള്ള സ്ഥലമുണ്ട്. ഇത് ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. ഇതൊരു ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് നോമ്പുതറയുടെ സമയത്തും ഒക്കെ കഴിക്കാനായിട്ട് ഉപയോഗിക്കാം. കാരണം ഒട്ടും എണ്ണ ഇതിൽ കുടിക്കത്തില്ല. നല്ല ഒരു സ്നാക്കായത്. കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം മൂത്ത് കാണും. തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ? ഒരു ലൈറ്റ് ബ്രൗൺ കളറായത് കണ്ടോ? ഒത്തിരി ബ്രൗൺ കളറൊന്നും ആവത്തില്ല കേട്ടോ. ഇത് നമ്മുടെ പഴംപൊരിയുടെയും ഉഴുന്നോടയുടെ ഒന്നും പോലെ അത്ര ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവത്തില്ല കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ കളറേ വരുള്ളൂ ഇതിന്. ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്നും തിരിച്ചിട്ടിട്ട് ഇതെടുക്കാം. ഏത് സ്നാക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ഇട്ട് കൊടുത്ത് കഴിയുന്നതന്നെ കുറച്ച് തീ കുറച്ച് വെക്കണം. കുറച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ കോരിയിട്ട് അടുത്ത ബാച്ച് ഇടുമ്പോഴത്തേക്കും തീ കുറച്ചുകൂടെ കൂട്ടി കൊടുക്കണം. എണ്ണ അന്നേരം തണുത്ത് ഇരിക്കുമായിരിക്കുമല്ലോ. കുറച്ച് ആ എണ്ണയുടെ ചൂട് കുറേ കുറഞ്ഞിരിക്കും. അങ്ങനെ നമ്മളെപ്പോഴും തീ കൂട്ടി കുറച്ചും വെച്ച് കൊടുക്കണം. അഡ്ജസ്റ്റ് ചെയ്യണം. തീ കുറച്ച് വെച്ച് കൊടുത്താലേ നമുക്ക് അകത്തിരിക്കുന്ന ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. What we do here is go back. അപ്പോൾ എല്ലാവരും ഈ ക്യാബേജ് റോൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നോക്കിയിട്ട് എന്നെ കമൻറ്റ്സ് അറിയിക്കണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും എന്നെ അറിയിക്കണം. അപ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അടുത്ത ആഴ്ച പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.